മാൽഡീവ്സിൻ്റെ തലസ്ഥാനമായ മാലയുടെ ഫ്രണ്ട് സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഞാൻ. ഒരു അന്തർവാഹിനിയിൽ കടലിനടിയിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷമാണ് വൈകുന്നേരത്തോടെ ഇവിടെ എത്തിയിരിക്കുന്നത്. മാലയുടെ ജീവിതം അടുത്തറിയാൻ ഇനിയും കുറച്ചു കാഴ്ചകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറാണിത്. മത്സ്യബന്ധനത്തിന് പുറംകടലിലേക്ക് പോകാനുള്ള ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. ഇത് മാലയിലെ പ്രധാന മാർക്കറ്റാണ്. ഞാൻ അതിനകത്തേക്ക് നടന്നു. ഏത് നാട്ടിലും ഇത്തരമൊരു മാർക്കറ്റിനകത്താണ് സാധാരണ മനുഷ്യരുടെ ജീവിതം കാണാനാവുക. അതിനാൽ ഏതു നഗരത്തിൽ ചെന്നാലും അവിടുത്തെ ഒരു നാട്ടുചന്ത സന്ദർശിക്കുന്നത് എൻ്റെ പതിവാണ്. കേരളത്തിലെ ഒരു മാർക്കറ്റിൻ്റെ തൽസ്വരൂപമാണ് മാലേ മാർക്കറ്റ്. വ്യത്യസ്തതയുള്ളത് ഇങ്ങനെ ചില വിഭവങ്ങളിലാണ്. ഉണങ്ങിയ വാഴയിലയിൽ തെരച്ചു കെട്ടിവെച്ചിരിക്കുന്ന ഒരു സംഗതി. കച്ചവടക്കാരൻ ടൂറിസ്റ്റുകൾക്ക് അതിൻ്റെ സാമ്പിൾ നൽകുന്നുണ്ട്. ഒരു തരം ശർക്കര തന്നെയാണ് അതിൽ. വലിയ വിലയൊന്നുമില്ല. ചിലതരം നട്ട്സ് കച്ചവടക്കാരൻ എനിക്കും തന്നു. സൗമ്യരും സൗഹൃദഭാവമുള്ളവരുമായ കച്ചവടക്കാർ. കട സന്ദർശിക്കുന്നവർക്ക് എന്തിൻ്റെയെങ്കിലുമൊക്കെ സാമ്പിൾ തന്നുകൊണ്ടിരിക്കും. ഇതിവിടുത്തെ വിചിത്രമായ എന്തോ കായാണ്. മാങ്ങയൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. പുക കൊള്ളിച്ച് ഉണക്കിയെടുത്ത ടൂണ മത്സ്യം ഒരു കടയിലുണ്ട്. അതിൻ്റെ ചെറിയൊരു കൂട് ഞാൻ വാങ്ങി. പഴവും പച്ചക്കറികളും ഭക്ഷ്യ എണ്ണകളുമെല്ലാം ഈ കടകളിൽ കിട്ടും. ഇതിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുമാണ് മാലയുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. എല്ലാ കടകളിലും വാഴക്കുലകൾ നിരത്തി കെട്ടിത്തൂക്കിയിരിക്കുന്നു. വെള്ളരി, ക്യാബേജ്, വഴുതന, പടവലം, കുമ്പളങ്ങ അങ്ങനെയെല്ലാമുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്നു എന്നതുകൊണ്ട് ഇതെല്ലാം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാവണമെന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവ കേരളത്തിലെ ഏജന്റുമാർ ഇവിടേക്ക് കയറ്റി അയക്കുന്നുമുണ്ട്. മാൽഡീവ്സിൻ്റെ ചില ദ്വീപുകളിൽ വാഴക്കൃഷിയുണ്ട്. അവിടെ നിന്നുമാണ് ഈ കുലകൾ കൂടുതലായും മാലേ മാർക്കറ്റിലെത്തുന്നത്. മാലേ എന്ന തലസ്ഥാന ദ്വീപിലെ നിവാസികൾക്ക് വേണ്ടി മാത്രമുള്ള ചന്തയല്ല ഇത്. മാലയിൽ മറ്റു ദ്വീപുകളിൽ നിന്ന് വന്നു പോകുന്നവർ ഈ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് പതിവാണ്. പപ്പായയാണ് മാൽഡീവ്സിൽ വിളയുന്ന മറ്റൊരു ഉൽപ്പന്നം. പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ഇറങ്ങി അതിൻ്റെ നേരെ എതിർവശത്തുള്ള മത്സ്യ മാർക്കറ്റിലേക്കാണ് ചെന്നത്. ഇവിടെ കുറേ സായിപ്പുമാരും മത്സ്യം വാങ്ങാൻ വന്നു നിൽപ്പുണ്ട്. പൊടിമീൻ ഉൾപ്പെടെ വിവിധ തരം മത്സ്യങ്ങൾ. പല കൂടയിലും പിടയ്ക്കുന്ന മത്സ്യങ്ങളാണുള്ളത്. ഞങ്ങൾ ഫ്രഷ് മീനാണ് വിൽക്കുന്നത് എന്നുള്ള പരസ്യ പ്രചരണമാണിതെന്ന് തോന്നും. സായിപ്പുമാർ വിലപേശി മീൻ വാങ്ങുന്നു. ഹോം സ്റ്റേകളിൽ താമസിക്കുന്നവരാകാം. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് അവശ്യവസ്തുക്കളും ഇവിടെ നിന്ന് മീനുമൊക്കെ വാങ്ങി മാലയിൽ വെച്ചുണ്ട് കഴിയുന്ന സായിപ്പുമാർ. ഇങ്ങനെ ദിവസങ്ങളോളം ഇവിടെ തങ്ങുന്ന വിദേശികളെ മാലയിൽ കാണാം. മാർക്കറ്റിന് പുറത്ത് പാതയോരത്തുമുണ്ട് കച്ചവടം. ജപ്പാനിൽ നിന്നുള്ള ഏതാനും ടൂറിസ്റ്റുകൾ മത്സ്യ മാർക്കറ്റിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. ഇതാണ് മാർക്കറ്റിനകത്തെ യഥാർത്ഥ മത്സ്യവിൽപ്പന കേന്ദ്രം. രസകരമായൊരു കാഴ്ചയാണിത്. ടൂണയാണ് ഇവിടുത്തെ പ്രധാന കച്ചവട വസ്തു. ഇതാണ് ശരാശരി വലിപ്പമുള്ള ടൂണ. നിലത്ത് ഈ നിരത്തി വച്ചിരിക്കുന്നതും ടൂണ തന്നെയാണ്. ടൂണയുടെ മാംസം മാത്രമായും വാങ്ങാൻ കിട്ടും. ചെറുതെങ്കിൽ 1-2 മത്സ്യമായാണ് വാങ്ങുക. ടൂണ മത്സ്യം വെട്ടിയൊരുക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. 15ഓളം പേർ 2 ഷിഫ്റ്റുകളിലായി ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മീൻ വെട്ടുന്നതിനാണ് കൂലി. അതിവർക്ക് നേരിട്ട് നൽകുകയാണ് വേണ്ടത്. ഇത് ടൂണയല്ല, മറ്റെന്തോ മീനാണ്. തൊട്ടപ്പുറത്ത് ഈ വെട്ടിയൊരുക്കുന്നതാണ് യഥാർത്ഥ ടൂണ. ടൂണയെ ഒരുക്കിയെടുക്കുന്നത് കണ്ടു നിൽക്കുക രസകരമാണ്. തല വെട്ടിക്കളഞ്ഞ ടൂണയുടെ മുതുകിലെ മുള്ളും ചിറകും മുറിച്ചു മാറ്റുകയാണ് അടുത്ത പരിപാടി. യെല്ലോ ഫിൻ ടൂണയാണിത്. മഞ്ഞ ഫിൻ മുള്ള് ഉള്ളിൽ അവശേഷിക്കാത്ത വിധം ഇളക്കിയെടുക്കുന്നു. കട്ടിയുള്ള തൊലിയാണ് ടൂണയുടേത്. മാംസമാണ് ഈ മത്സ്യത്തിന് കൂടുതലും. നീക്കം ചെയ്യേണ്ട ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങൾ അധികമില്ല. കുടൽ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളും തൊലിയും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗയോഗ്യമല്ലാത്തതായി നടുവിലുള്ള മുള്ളു മാത്രമേയുള്ളൂ. തടിച്ചുരുണ്ടിരിക്കുന്ന ഒരു മത്സ്യം.
നമ്മുടെ നാട്ടിൽ ചൂര എന്ന് വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്. എങ്കിലും മാൽഡീവ്സിൽ ലഭിക്കുന്ന ട്യൂണയോളം രുചിയുള്ള ഇത്തരം മത്സ്യം ലോകത്ത് മറ്റെവിടെയും ഇല്ലെന്നാണ് പറയുക. പവിഴപ്പുറ്റുകളുള്ള കടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യയോഗ്യമായ ഏറ്റവും വലിയ മത്സ്യവും ട്യൂണ തന്നെയാണ്. എത്രയോ വർഷത്തെ കൈത്തഴക്കമാണ് ഈ ട്യൂണ വെട്ടിയൊരുക്കലിൽ കാണാനാവുന്നത്. ഒരു കഷ്ണം മാംസം പോലും കളയാതെ തൊലി മാത്രമായി പൊളിച്ചെടുക്കുന്നു. ട്യൂണ മത്സ്യം ലോകവ്യാപകമായി സ്വീകാര്യതയുള്ള ഭക്ഷ്യവസ്തുവാണ്. ജപ്പാൻകാരാണ് ഇതിൻ്റെ ഉപഭോക്താക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. യെലോഫിൻ ട്യൂണയിലെ ഇടത്തരക്കാരനാണ് ഇത്. 180 കിലോ വരെ ഭാരമുള്ള യെലോഫിൻ ട്യൂണകളുണ്ട്. എന്നാൽ ബ്ലൂഫിൻ ട്യൂണകളാണ് ഭാരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്മാർ. 400 കിലോഗ്രാം വരെ ഭാരമുള്ള ബ്ലൂഫിൻ ട്യൂണകൾ മുക്കുവരുടെ പിടിയിലാകാറുണ്ട്. ട്യൂണ മത്സ്യങ്ങൾ 20 മുതൽ 50 വർഷം വരെ ജീവിക്കുമെന്നാണ് കണക്ക്. തൊലി പൊളിച്ചു കഴിഞ്ഞാൽ നടുവിലെ മുള്ളിൽ നിന്ന് മാംസം അടർത്തിയെടുക്കുന്നതാണ് അടുത്ത പരിപാടി. മുള്ള് ഒഴിവാക്കുന്നതോടെ മാംസത്തിൻ്റെ വലിയ 2 അടരുകളാണ് ലഭിക്കുന്നത്. ഈ വെട്ടിയൊരുക്കൽ കണ്ടു നിൽക്കുന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. മുൻപ് മാൽഡീവ്സിൽ വന്നപ്പോഴും ട്യൂണ മത്സ്യം ഒരുക്കിയെടുക്കുന്നത് ഞാൻ ക്യാമറയിലാക്കിയിരുന്നു. ഒരു ഭാഗത്തെ മാംസം വേറിട്ടു. ഇനി അടുത്ത ഭാഗത്തേത് കൂടി വെട്ടിയെടുക്കുകയാണ്. ഇതാണ് മുള്ള്. ഇതിനിടയിലുള്ള മാംസം മാത്രമാണ് ആകെ പാഴായി പോകുന്നത്. പിന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെയുള്ള മുള്ളും മാംസത്തോടെ മുറിച്ചെടുത്തു കളയുന്നു. പരിചയക്കാരുമായി കുശലം പറഞ്ഞുകൊണ്ടാണ് മീൻവെട്ട്. ഇനി വശങ്ങളിലെ മാംസത്തിനിടയിലെ ഒരു നിര മുള്ളുകൂടി നീക്കിക്കഴിഞ്ഞാൽ ട്യൂണ വെട്ടിയൊരുക്കൽ പൂർത്തിയാവുന്നു. മീൻവെട്ടുകാരുടെ അരികിൽ നിന്നും ഞാൻ മത്സ്യമാർക്കറ്റിൻ്റെ പുറത്തേക്കുള്ള വഴിയെ നടന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും മാർക്കറ്റിൻ്റെ പരിസരത്താകെ ജനപ്രളയമാകും. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫിഷിംഗ് ബോട്ടുകൾ നിരന്നു കിടക്കുന്നിടത്തെ തിട്ടയിലൂടെ ബാഗുകൾ വലിച്ചിഴച്ച് ഏതോ ദ്വീപിൽ നിന്നുമെത്തിയവർ കടന്നുപോകുന്നു. ഞാനും ആ തിട്ടയിലൂടെ നടത്തം തുടർന്നു. തീരപാതയെയും ബ്രേക്ക് വാട്ടറിനെയും വേർതിരിക്കുന്ന വരമ്പാണിത്. ധാരാളം ബോട്ടുകൾ. ഇതൊക്കെ പല ദ്വീപുകളിലേക്ക് ആളുകളെയും ചരക്കും എത്തിക്കുന്ന സപ്ലൈ ബോട്ടുകളാണ്. ബ്രേക്ക് വാട്ടറിൽ സപ്ലൈ ബോട്ടുകൾക്കായുള്ള ഭാഗമാണിത്. ഇവിടുത്തെ ജീവിതം കണ്ടു നിൽക്കുന്നത് തന്നെ കൗതുകമാണ്. എപ്പോഴും സജീവമാണ് ഈ പ്രദേശം. കരയിലേക്ക് നീട്ടിയിട്ട പലകപ്പാലത്തിലൂടെ ചരക്കുമായി ആളുകൾ കയറിപ്പോവുകയും ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദ്വീപിലെ ഉപയോഗത്തിനുള്ളതെല്ലാം ബോട്ടിൽ കയറ്റുന്നുണ്ട്. കുപ്പിവെള്ളം മുതൽ ഇന്ധനം വരെ. കരയിലേക്ക് നീട്ടിവച്ചിരിക്കുന്ന പലകയിലൂടെ ഒരു ബോട്ടിലേക്ക് മാത്രമല്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി പല ബോട്ടുകളിലേക്ക് പോകാം. ഈ പാലത്തിലൂടെ എത്രയോ ബോട്ടുകളിലേക്കും എത്രയോ ദ്വീപുകളിലേക്കും അവിടെ ജീവിതം നിലനിർത്താൻ ആവശ്യമുള്ളതെല്ലാം കയറിപ്പോകേണ്ടതാണ്. ഈ കൊണ്ടുപോകുന്ന ചരക്കുകൾ ഈ ഒരു ബോട്ടിലേക്കാവണമെന്നില്ല. തൊട്ടപ്പുറമുള്ളതോ അതിനുമപ്പുറമുള്ളതോ ആയ ബോട്ടിലേക്കാവും പോക്ക്. ഇത്തരം ഫൈബർ വള്ളത്തിൽ ഇവിടെ നിന്നും ചരക്ക് കയറ്റിക്കൊണ്ടു പോകുന്നവരെയും കാണാം. നിരവധി ബോട്ടുകളാണ് ഇങ്ങനെ അവശ്യവസ്തുക്കളും കയറ്റി ഓരോ ദിവസവും ഇവിടെ നിന്ന് വിദൂര ദ്വീപുകളിലേക്ക് പുറപ്പെടുന്നത്. നാറസ് എന്നു പേരുള്ള വലിയൊരു ബോട്ട് ഇതാ. ഇതിലേക്ക് കുപ്പിവെള്ളമാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ദ്വീപിലേക്ക് ചരക്കുമായി പുറപ്പെടാൻ കിടക്കുന്ന ബോട്ട്. എനിക്ക് ഈ ബോട്ടിൻ്റെ അകമൊന്ന് കാണണമെന്ന് തോന്നി. ജീവനക്കാർ സൗഹൃദഭാവത്തിൽ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നൊക്കെയുണ്ട്. വെള്ളക്കുപ്പികളുമായി പോകുന്ന ഒരാളുടെ പിറകെ പലകപ്പാലത്തിലൂടെ അകത്തേക്ക് നടന്നു. കയറി ചെല്ലുന്നിടത്തു തന്നെ ഒരു അപ്പൂപ്പനിരിക്കുന്നുണ്ട്. മൂസാഫു എന്നാണ് പേര്. ആൾ സൗഹൃദഭാവത്തിലാണ്. ബോട്ടിനകം വിശദമായി കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ അനുവദിക്കുകയും ചെയ്തു. വെള്ളക്കുപ്പികൾ ധാരാളമായി അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
ബോട്ടിൻ്റെ നിലവറയിലാണ് അത് ലോഡ് ചെയ്യുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് മാത്രമേ ഈ ബോട്ട് പുറപ്പെടുകയുള്ളൂ. അതുവരെ ഇതിലിങ്ങനെ ചരക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കയറ്റുന്ന ചരക്കിൻ്റെ കണക്കെഴുതുന്നുമുണ്ട്. വെള്ളം പോലെ ഭാരക്കൂടുതലുള്ളതൊക്കെ ഇങ്ങനെ ബോട്ടിൻ്റെ ഹള്ളിലേക്കാണ് നിരത്തുന്നത്. ബോട്ട് ഒരു സന്തുലിതാവസ്ഥയിൽ നീങ്ങണമെങ്കിൽ ഹള്ളിൽ ഇതുപോലെ ഭാരം കയറണം. കടൽ പ്രക്ഷുബ്ധമായാലും വലിയ ചാഞ്ചാട്ടമൊന്നുമില്ലാതെ ബോട്ടിനെ നീക്കാൻ ഈ ഭാരം സഹായിക്കും. ചരക്ക് കപ്പലുകൾ ചരക്കിറക്കി മടങ്ങുമ്പോൾ അതിൻ്റെ സ്ഥായിത്വം നിലനിർത്താൻ ഇങ്ങനെയുള്ള ഭാഗത്ത് കടൽ വെള്ളം നിറയ്ക്കാറുണ്ട്. നിലത്തെ ഓരോ അടപ്പും തുറന്നാൽ ഓരോ കള്ളികളാണ്. അതിലൊക്കെ ചരക്കുകൾ നിറയ്ക്കാവുന്നതുമാണ്. പുറകുഭാഗത്ത് ഒരു അടുക്കളയുണ്ട്. ബോട്ടിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കുമൊക്കെയുള്ള ഭക്ഷണം ഒരുക്കുന്നത് ഇവിടെയാണ്. ഹാർബറിൽ വന്ന് കാത്തുകിടക്കുമ്പോഴും അടുക്കള സജീവമായിരിക്കും. മറ്റേതോ ദ്വീപിൽ നിന്നുള്ള ആളുകളാണ് ബോട്ടിൽ ജോലി ചെയ്യുന്നത്. അവർക്കെല്ലാമുള്ള ഭക്ഷണം ഇവിടെയാണ് ഉണ്ടാക്കുക. ബോട്ടിൽ ഓരോന്നിനും ചുമതലക്കാരുണ്ട്. 1-2 പേർ അടുക്കളയുടെ കാര്യം മാത്രം നോക്കുന്നവരാകും. എനിക്ക് മുകൾ നിലയിലേക്കൊന്ന് കയറണം. കാര്യം പറഞ്ഞപ്പോൾ മുസാഫു അപ്പൂപ്പൻ വന്ന് അനുഗ്രഹം തേടും പോലെ എൻ്റെ പാദങ്ങളിൽ തൊട്ടു. കാര്യം ഇതാണ്, മുകൾ നിലയിൽ കയറും മുൻപ് ചെരുപ്പഴിക്കണം. ഞാൻ ചെരുപ്പുകൾ ഊരിയിട്ടു. മുകളിൽ ആരുമില്ലെന്നും നിങ്ങൾ ഇഷ്ടം പോലെ നടന്നോളൂ എന്നുമൊക്കെ അപ്പൂപ്പൻ ആംഗ്യത്തിലൂടെ പറഞ്ഞിരുന്നു. മുകളിലേക്ക് കുത്തനെ ഒരു ഗോവണിയാണ്. ഇതിലൂടെയാണ് യാത്രക്കാർ കയറുക. യാത്രക്കാർക്ക് കിടക്കാനുള്ള സ്ഥലം കാണുക. ഒരാൾക്ക് ശരിക്കും നിവർന്നു നിൽക്കാനുള്ള ഉയരമില്ല മുകൾ നിലയിൽ. ഒരു ഭാഗത്ത് ഒരു TV. കുറേ മെത്തകൾ അട്ടിവെച്ചിട്ടുണ്ട്. ചകിരിക്കിടക്കുകളാണ്. അത് വാങ്ങി നിലത്ത് വിരിച്ച് കിടക്കാം. TV കാണാം. കിടക്കാനുള്ള ഹോളിൻ്റെ പിന്നിലായി കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ അടുക്കിയിരിക്കുന്നു. കടൽ വെള്ളം കയറിയാൽ കേടുപറ്റാവുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ 3-ാം നിലയിലാണ് സൂക്ഷിക്കുക. വശങ്ങളിലെ പൊത്തുകളിൽ ചുവന്ന നിറത്തിൽ കാണുന്നത് ലൈഫ് ജാക്കറ്റുകളാണ്. ഐലൻഡ് ട്രാൻസ്പോർട്ട് ബോട്ടുകളുടെ വലിയ അപകടങ്ങളൊന്നും മാൽഡീവ്സിൻ്റെ ചരിത്രത്തിലില്ലെങ്കിലും ആവശ്യമായ സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ എല്ലാ ബോട്ടുകളിലുമുണ്ട്. ഈ TV മാത്രമാണ് യാത്രയിലുള്ള ഏക വിനോദോപാധി. നേരെ മുന്നിലേക്ക് നടക്കുമ്പോൾ എത്തുക ക്യാപ്റ്റൻ്റെ വീൽ ഹൗസിലാണ്. ഇവിടെ ഇരുന്നാണ് ക്യാപ്റ്റൻ ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. GPS-ഉം കടലിൻ്റെ ആഴമറിയാനുള്ള ഉപകരണവും ഉൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ബോട്ടിലുണ്ട്. ഞാൻ നാറസിൻ്റെ ബാൽക്കണിയിലേക്കിറങ്ങി. ഹാർബറിൽ നിരന്നുകിടക്കുന്ന നിരവധിയായ ബോട്ടുകളാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഓരോ ബോട്ടും നിറയെ ചരക്കും നിറയെ യാത്രികരുമായി ഓരോ ദ്വീപിലേക്ക് പുറപ്പെടാനുള്ളതാണ്. ചിലത് ഒന്നിലേറെ ദ്വീപുകളെ സ്പർശിച്ചാണ് കടന്നു പോവുക. പാതയോരത്ത് ബോട്ടിൽ കയറ്റാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നു. തലസ്ഥാനമാലയിൽ നിന്നും വളരെ അകലെ കിടക്കുന്ന ദ്വീപുകളിലെ വിദ്യാലയങ്ങളിൽ മലയാളികളായ നിരവധി അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇത്തരം സപ്ലൈ ബോട്ടുകളിൽ കയറി ഒരു രാത്രിയും പകലുമൊക്കെ യാത്ര ചെയ്താണ് അവിടങ്ങളിലെത്തുന്നത്. വിദൂര ദ്വീപുകളിലേക്ക് സീപ്ലെയിനിൽ പോകാമെങ്കിലും അതൊരു ചെലവേറിയ സംഗതിയാണ്. മാൽഡീവ്സിൻ്റെ ജനവാസമുള്ള 200-ലേറെ ദ്വീപുകളിലേക്ക് എല്ലാവിധ വസ്തുക്കളും തലസ്ഥാനമായ മാലയിൽ നിന്ന് വേണം എത്തിക്കാൻ. മറ്റു രാജ്യങ്ങളിൽ നിന്നും കപ്പലിലും വിമാനത്തിലുമായി തലസ്ഥാന മാലയിലെത്തുന്ന സാധനങ്ങൾ മറ്റു ദ്വീപുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രധാന ഉപാധി ഈ ബോട്ടുകൾ തന്നെയാണ്. രാജ്യത്തിൻ്റെ ഭാഗമായ ദ്വീപുകളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടേക്ക് ജോലിക്കും ഷോപ്പിങ്ങിനും ചികിത്സയ്ക്കുമെല്ലാം വേണ്ടി എത്തുന്നുണ്ട്. അവർ സഞ്ചരിക്കുന്നതും ഈ ബോട്ടുകളിൽ തന്നെ. മാലയുടെ സമീപമുള്ളതും കൂടുതൽ ജനവാസമുള്ളതുമായ ദ്വീപുകളിലേക്ക് തലസ്ഥാനത്തു നിന്നും യാത്രാ ബോട്ട് സർവീസുണ്ട്. എന്നാൽ മറ്റു പല ദ്വീപുകളിലുമുള്ളവർക്ക് തലസ്ഥാന യാത്രയ്ക്ക് സപ്ലൈ ബോട്ടുകളാണ് ആശ്രയം. ഞാൻ താഴേക്കിറങ്ങി. ഈ ബോട്ടിൽ നിന്നും തൊട്ടടുത്ത ബോട്ടിലേക്ക് ഒരു പലക പാലമുണ്ട്. അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീട്ടിവെച്ച പാലവും ഇവിടെ നിന്ന് കാണാം. പല ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയായി ചരക്കു നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവയിൽ ഓരോന്നിലും. അങ്ങനെ നിറയെ ഇരവിഴുങ്ങിയ ഒരു തിമിംഗലത്തെ പോലെ ഏതോ ദ്വീപ് ലക്ഷ്യമാക്കി ഇത് യാത്ര തുടങ്ങും. ഞാൻ മുസാഫു അപ്പൂപ്പനോട് നന്ദിയും യാത്രയും പറഞ്ഞു. അപ്പൂപ്പന് സന്തോഷമായി. ഇരട്ടപ്പലക കൊണ്ടുള്ള പാലത്തിലൂടെ പുറത്തേക്ക്.
മറ്റേതോ ബോട്ടിൽ കയറ്റാനുള്ള ചരക്ക് ചെറുവള്ളത്തിൽ കയറ്റുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശീതളപാനീയവും ബോട്ടിൽ ഫുഡുമെല്ലാമുണ്ട്. മദ്യം നിഷിദ്ധമാണ് മാൽഡീവ്സിൽ. അതിനാൽ ബിയറോ മറ്റ് ലഹരി പാനീയങ്ങളോ ഇവിടെ വന്നിറങ്ങുന്നതോ കയറ്റിപ്പോകുന്നതോ കാണാനാവില്ല. വിദേശനിർമ്മിതമായ പഴച്ചാറുകൾ, ധാരാളം ടിൻഡ് ഫുഡ് എന്നിവയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ദുബായിലൊക്കെ കാണുന്ന തരം എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. ഇവിടെ സിമൻ്റാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയ്ക്ക് വേണ്ട കമ്പി, സിമൻറ്റ് തുടങ്ങി മണലും മെറ്റലും വരെ ഇവിടെ നിന്ന് വേണം മറ്റു ദ്വീപുകളിലേക്ക് കൊണ്ടുപോകാൻ. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമൊക്കെയാണ് മാലയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തുന്നത്. കപ്പലിൽ എത്തുന്ന അത് ഇവിടെ നിന്നും ബോട്ടുകളിൽ കയറ്റി മറ്റു ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ബോട്ടിൽ കയറ്റിയിരിക്കുന്നത് വാഹനങ്ങളാണ്, ഒരു കാറും പിക്കപ്പ് ട്രക്കും. അതിനോടൊപ്പം ഇന്ധനവും തടിക്കഷ്ണങ്ങളുമെല്ലാമുണ്ട്. കാതലുള്ള മരമോ മണലോ മെറ്റലോ ഇല്ലാത്ത ദ്വീപിൽ കെട്ടിടം നിർമ്മിക്കുക എത്ര ദുഷ്കരമാവുമെന്ന് ചിന്തിക്കുക. മാൽഡീവ്സിൻ്റെ ദ്വീപുകളിലെല്ലാം പവിഴപ്പുറ്റുകളുടെ അവശിഷ്ടമാണുള്ളത്. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും സാധ്യമാവുകയുമില്ല. ഇത്തരം ആളുകളൊക്കെ ഇവിടുത്തെ കാർഗോ ഏജന്റുമാരാണ്. അവരാണ് മറ്റു ദ്വീപുകളിലേക്ക് സാധനങ്ങൾ ഇവിടെ നിന്നും കയറ്റിവിടുന്നത്. ഏഷ്യൻ ഗ്യാസ് ഓയിൽ എന്നെഴുതിയ ഒരു ടാങ്കർ. ബോട്ടുകൾക്ക് ഇന്ധനം എത്തിച്ചു നൽകുകയാണ് ഇവരുടെ ജോലി. ബോട്ടിൻ്റെ ടാങ്കിൽ മാത്രമല്ല, ബാരലുകളിലും ഇന്ധനം ഇവിടെ നിന്ന് നിറച്ചുവെക്കുന്നു. നിർമ്മാണ സാമഗ്രികളാണ് ഇപ്പോൾ ദ്വീപുകളിലേക്ക് കൊണ്ടുപോകുന്നവയിൽ വലിയൊരു ശതമാനവും. ഈ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം പല ദ്വീപുകളിലേക്കുള്ള സപ്ലൈ ബോട്ടുകൾ തന്നെയാണ്. ഒരു ബ്രേക്ക് വാട്ടറിനുള്ളിൽ അവയെല്ലാം നിരന്നു കിടക്കുന്നു. ബോട്ടുകൾ പുറപ്പെടുന്ന നേരത്ത് ഇവിടെ നിന്നാൽ ഏതാനും മലയാളികളെയെങ്കിലും കണ്ടുമുട്ടാനാവും. ചിലർ സ്വന്തം താൽപ്പര്യപ്രകാരം അവിടങ്ങളിൽ ജോലി വാങ്ങിയിരിക്കുന്നവരാണ്. മാലയിൽ കിട്ടുന്ന ശമ്പളം തന്നെയാണ് ഗവൺമെൻറ് ജോലിക്ക് അവിടെയും കിട്ടുകയെങ്കിലും ചില അലവൻസുകൾ കൂടുതലായുണ്ട്. മാലയിലുള്ളത്ര ജീവിത ചെലവ് അവിടെ ഇല്ലതാനും. നല്ല ഹോട്ടലുകളോ സൂപ്പർ മാർക്കറ്റുകളോ പോലും മിക്ക ദ്വീപിലുമില്ല. ആർഭാടങ്ങൾക്ക് സാധ്യതയില്ലാത്തതിനാൽ സ്വസ്ഥമായ ജീവിതം നയിച്ച് ജോലി ചെയ്യാം. നല്ലൊരു തുക മിച്ചം വയ്ക്കുകയും ചെയ്യാം. മഴക്കാലത്ത് വിദൂര ദ്വീപുകളിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുമെന്നത് മാത്രമാണ് പ്രശ്നം. ഇത് ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ബോട്ടുകൾ പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള സ്ഥലം. ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ഒരു മൈതാനത്തിനു ചുറ്റും നിർമ്മിച്ചു വച്ച കെട്ടിടങ്ങളാണെന്ന് തോന്നും. മൺസൂൺ കാലത്ത് വിദൂര ദ്വീപുകളിൽ നിന്നും ഇവിടെ എത്താനും നാട്ടിലേക്ക് പോകാനും ബുദ്ധിമുട്ടേണ്ടി വരുമെന്നതൊഴിച്ചാൽ മലയാളികളായ പല അധ്യാപകരും അകലെയുള്ള ദ്വീപുകളിൽ ജോലി ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. മാൽഡീവ്സിലെ ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായി വരുംതോറും സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഇവിടുത്തുകാരെ പരമാവധി നിയമിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്. സ്വദേശിയായ ഒരാൾ യോഗ്യത നേടി ജോലിയിലേക്ക് വന്നാലുടനെ അതിന് തുല്യമായ ജോലി ചെയ്യുന്ന വിദേശിയെ നാട്ടിലേക്ക് തിരികെ അയക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ പതിവ്. എങ്കിലും ഇവിടുത്തെ ചെറുപ്പക്കാരിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അധ്യാപക ജോലിയിലേക്കും മറ്റും എത്തുന്നുള്ളൂ. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ചെറുപ്പക്കാർക്ക് കടലുമായി ബന്ധപ്പെട്ട ജോലികളിലാണ് താൽപ്പര്യം. ഇത്തരം ബോട്ടുകളിലെ ജോലികളിലേക്കോ ഫിഷിംഗ് രംഗത്തേക്കോ അവർ തിരിയുന്നു. 5-6 ടൺ മത്സ്യവുമായാണ് മാൽഡീവ്സിൻ്റെ മീൻപിടുത്ത ബോട്ടുകൾ ഓരോ തവണയും ഹാർബറിൽ തിരിച്ചെത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകളിലെ ജീവനക്കാർക്ക് ഓരോ സീസണിലും ലക്ഷങ്ങളുടെ വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപനമെന്ന ചെറിയ വരുമാനമുള്ള ജോലിയേക്കാൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം യുവാക്കളും ഇഷ്ടപ്പെടുന്നത് മത്സ്യബന്ധന മേഖലയെയാണ്. പലരും കരുതുന്നത് പോലെ മാൽഡീവ്സ് ഒരു ദരിദ്ര രാഷ്ട്രമല്ല. ഇവിടുത്തെ പ്രതിശീർഷ വരുമാനം ഉയർന്ന തോതിലാണ്. ടൂറിസത്തിലൂടെയും മത്സ്യ കയറ്റുമതിയിലൂടെയും ലഭിക്കുന്ന വരുമാനം, വിദേശ സഹായം എന്നിവയിലൂടെ ഈ രാജ്യം വലിയ കുതിപ്പ് നടത്തുകയാണിപ്പോൾ. ഈ ജലസൗന്ദര്യം തന്നെയാണ് മാൽഡീവ്സിലേക്ക് വിനോദസഞ്ചാരികളിലൂടെ വിദേശ നാണ്യം എത്തിക്കുന്നത്. സന്ധ്യ മയങ്ങിയെങ്കിലും കടലിൻ്റെ അടിത്തട്ട് കാണാവുന്നത്ര ശുദ്ധമായ ജലം. പാതയോരത്ത് ചില പഴക്കച്ചവടക്കാരൊക്കെയുണ്ട്. മാലി മുളക് എന്ന് നമ്മുടെ നാട്ടിൽ പ്രശസ്തമായ മുളകാണിത്. രൂക്ഷമായ എരിവുള്ള ഈ മുളക് കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്. ഇടുക്കി, വയനാട് ജില്ലകളിൽ മാലിയിലേക്കുള്ള കയറ്റുമതി മാത്രം ലക്ഷ്യം വെച്ച് ഈ മുളക് വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. മലയാളിയായ മുളക്.
തിരികെ മെയിൻ സ്ട്രീറ്റിലേക്ക് നടക്കുമ്പോൾ തെരുവിലൂടെ നിറഞ്ഞൊഴുകി വരുന്ന ടൂറിസ്റ്റുകളെയാണ് കാണുന്നത്. വലിയൊരു ശതമാനം ചൈനീസ് ടൂറിസ്റ്റുകൾ ഇപ്പോൾ മാൽഡീവ്സിലെത്തുന്നുണ്ട്. ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും. ഈ തെരുവിലെങ്ങും കിഴക്കനേഷ്യൻ വംശജരെ ധാരാളമായി കാണുന്നത് അതുകൊണ്ടാണ്. ഫിഷിംഗ് ഹാർബറും മാർക്കറ്റുമൊക്കെ കണ്ട് നടത്തം തുടരുന്നതിനിടെ ഞാനിപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഓഫീസിന്റെ മുൻഭാഗം. അടുത്ത കാലത്ത് പണിത ഗാംഭീര്യമാർന്ന ഒരു കെട്ടിടം. മുന്നിൽ വിശാലമായ ഉദ്യാനമോ പുൽത്തകിടിയോ ഒന്നുമില്ല. സാധാരണ ഒരു ഓഫീസ് പോലെ തന്നെ രാഷ്ട്രത്തലവന്റെ കാര്യാലയം. ഇത് ടൂറിസ്റ്റുകൾക്കും കൗതുകമാണ്. പ്രസിഡന്റിന്റെ ഓഫീസ് തെരുവോരത്ത് അങ്ങനെ നിൽക്കുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണല്ലോ. ഓഫീസ് പിന്നിട്ട് ഞാൻ നടത്തം തുടർന്നു. വൈകുന്നേരമാകുന്നതോടുകൂടി മാലയിലെ ജനജീവിതത്തിന്റെ പ്രധാന കാഴ്ചകളൊക്കെ അസ്തമിച്ചു തുടങ്ങുന്നു. വർണ്ണാഭമായ ഒരു രാത്രി ജീവിതമൊന്നുമുള്ള നാടല്ല മാലെ. നടത്തത്തിനിടെയാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. ടെറസ് ഗാർഡനൊക്കെയുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ്. അല്പം ഭക്ഷണം കഴിച്ചാലോ എന്ന ചിന്തയായി. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. മുകൾ നിലയിലിരിക്കുമ്പോൾ തെരുവിൻ്റെ കാഴ്ചകൾ കാണാം. ബ്രേക്ക് വാട്ടറിൽ വലിയ ചുണ്ടുമായി ഒരു തോണി കിടക്കുന്നു. ഇതാണ് മാൽഡീവ്സുകാരുടെ പരമ്പരാഗത ജലവാഹനം. ഈ കാഴ്ചകൾ കണ്ട് കടൽക്കാറ്റുമേറ്റ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രസകരമായ അനുഭവമാണ്. കുറേ ടൂറിസ്റ്റുകളുണ്ട് മുകൾ നിലയിൽ. ഓർഡർ എടുക്കാനായി ഒരാൾ വന്നു. മുസ്തഫ എന്നാണ് പേര്. ഒരു മലയാളി പയ്യൻ്റെ ലുക്ക്. മുസ്തഫ കുശലവും ഇവിടെ ലഭ്യമാകുന്ന ചില വിഭവങ്ങളെപ്പറ്റിയുമൊക്കെ പറഞ്ഞു. ട്യൂണയുടെ പലതരം വിഭവങ്ങളാണ് പ്രധാനം. അടുത്ത സീറ്റുകളിലിരിക്കുന്ന ജപ്പാൻകാരികളൊക്കെ കാപ്പി കുടിക്കാൻ മാത്രമാണ് ഇവിടെ കയറിയിരിക്കുന്നത്. ഞാൻ ട്യൂണയുടെ ഒരു വിഭവം തന്നെ ഓർഡർ ചെയ്തു. ഈ ടൂറിസ്റ്റുകളൊക്കെ മാൽഡീവ്സിൻ്റെ ഏതെങ്കിലും റിസോർട്ടിൽ താമസിക്കുന്നവരാകാം. മാൽഡീവ്സിൻ്റെ റിസോർട്ടുകൾ കാണിക്കുക എന്നത് ഈ യാത്രയിലെ എൻ്റെ ലക്ഷ്യമായിരുന്നു. പ്രതികൂല കാലാവസ്ഥ മൂലം അവിടങ്ങളിൽ പോയി ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ തെരുവിലേക്കിറങ്ങി. ഇവിടെ നിന്നുമാണ് മറിയം റഷീദയും ഫൗസിയ ഹസനും കുറച്ചു കാലത്തേക്കെങ്കിലും വാർത്തകളിൽ നിറയാൻ കേരളത്തിലേക്കെത്തിയത്. കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ വെച്ച് അവരാരെങ്കിലും കണ്ടുമുട്ടിയാൽ എൻ്റെ ഗതി എന്തായിരിക്കുമെന്ന രസമുള്ള ചിന്തയിലാണ് ഉറക്കത്തിലേക്ക് നീങ്ങിയത്. അടുത്ത ദിവസം തെളിഞ്ഞ ഒരു പ്രഭാതത്തിലേക്കാണ് ഉണർന്നത്. മാനത്ത് മൂടിക്കെട്ടി നിൽക്കുന്ന മേഘങ്ങളില്ല. തലസ്ഥാനമാലയും റിസോർട്ട് ദ്വീപുകളും തമ്മിലുള്ള അന്തരം ഈ കാഴ്ചയിലുണ്ട്. ഇതൊരു കോൺക്രീറ്റ് വനമാണ്. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്താണ് ഇറങ്ങിയത്. തെരുവിലിറങ്ങി ഒരു ടാക്സി പിടിച്ചു. എനിക്ക് ബോട്ട് ജെട്ടിയിലേക്കാണ് പോകേണ്ടത്. രാവിലെ തന്നെ നല്ല വെയിൽ പരന്നു കഴിഞ്ഞു. മാലയുടെ കാഴ്ചകൾക്ക് മിഴിവ് വേണമെങ്കിൽ നല്ല വെയിലുണ്ടായിരിക്കണം. അതിനാൽ ഇന്ന് ഭംഗിയുള്ള കുറേ ഷോട്ടുകൾ എടുക്കാം. ബോട്ട് ജെട്ടിക്ക് മുന്നിൽ കാറിൽ നിന്നിറങ്ങി. ഹുളുമാലെ എന്ന ദ്വീപിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടേക്കുള്ള ബോട്ടുകൾ പുറപ്പെടുന്ന ഫെറി ടെർമിനലാണ് ഇത്. ഞാൻ അതിനകത്തേക്ക് നടന്നു. 10 റുഫിയയാണ് ഹുളുമാലയിലേക്കുള്ള ഫ്രീ ടിക്കറ്റ് നിരക്ക്. ബോട്ട് ജെട്ടിയിലെ കാത്തിരിപ്പ് സ്ഥലമാണ് ഇത്. നമ്മുടെ നാട്ടിലെ ബോട്ട് ജെട്ടിയുമായി താരതമ്യം ചെയ്താൽ നമുക്ക് ചെറിയൊരു ജാള്യമുണ്ടാവുക സ്വാഭാവികം. നിയാമ 7 എന്നൊരു ബോട്ട് ഇവിടെ കാത്തുകിടപ്പുണ്ട്. അത് പുറപ്പെടാൻ ഒരുങ്ങുകയാണെന്നതിനാൽ ഓടിച്ചെന്ന് കയറി. പിന്നെ 1-2 പേർ കൂടിയേ വന്നുള്ളൂ. പാലമായി വെച്ചിരുന്ന ചെറുപലകയെടുത്തു മാറ്റി ബോട്ട് പുറപ്പെടുകയായി. ഹുളുമാലയിൽ നിന്നുള്ള മറ്റൊരു ബോട്ട് ജെട്ടിയിലടുത്തു. അതിൽ നിന്നും കുറേ ആളുകൾ ഇറങ്ങി ഫെറി ബിൽഡിങ്ങിലൂടെ പുറത്തേക്ക് പോകുന്നത് കാണാം. ഹുളുമാലെ ഒരു ടൂറിസ്റ്റ് സെൻ്റർ അല്ല. ഭാവിയിൽ ടൂറിസത്തിനു വേണ്ടി കൂടി ഉപയോഗിക്കാവുന്ന തരത്തിൽ അടുത്ത കാലത്ത് വികസിപ്പിച്ച ഒരു ദ്വീപാണത്. അകലെയുള്ള ദ്വീപുകളിൽ നിന്നും ധാരാളം കുടുംബങ്ങളെ ഇപ്പോൾ ഹുളുമാലയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുമുണ്ട്. എയർപോർട്ടിലേക്കും മറ്റുമുള്ള ഫെറി ബോട്ടുകൾ നിരന്നു കിടക്കുന്നത് ഒരു ഭാഗത്ത് കാണാം. ബ്രേക്ക് വാട്ടറിൽ ഒന്ന് വട്ടം കറങ്ങി ബോട്ട് പുറത്തേക്കിറങ്ങുകയാണ്. തലസ്ഥാനമാലയോട് ഞാൻ വിട പറയുകയാണ്. ഇത്തവണത്തെ മാൽഡീവ്സ് യാത്രയിൽ ഇനി ഇവിടേക്ക് വരുന്നില്ല. 5.25 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള തലസ്ഥാന ദ്വീപിൽ ഇനി എനിക്ക് പകർത്താൻ വിശേഷപ്പെട്ട കാഴ്ചകളുമില്ല.
ബ്രേക്ക് വാട്ടറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സമ്പന്നതയിലേക്ക് വളരുന്ന മാലയദ്വീപിന്റെ മുഖം കാണാം. ടൂറിസം എന്ന വ്യവസായത്തിലൂടെ ഒരു രാജ്യം നേടുന്ന വളർച്ചയുടെ പ്രതീകമാണിത്. അടുത്ത കാലത്ത് ഉയർന്നതും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതുമായ ധാരാളം കെട്ടിടങ്ങൾ. ആ കൊച്ചുദ്വീപിന് താങ്ങാവുന്ന എത്ര കെട്ടിടങ്ങൾ അവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഏതാണ്ട് 2 ദശകങ്ങൾ കൊണ്ട് മാൽഡീവ്സ് ഈ വിധം വളർന്നതെന്നോർക്കണം. മലയാളികളുടെ രൂപഭാവങ്ങളും ഒട്ടൊക്കെ നമ്മുടേതിന് സമാനമായ ജീവിതശൈലിയുമുള്ള നാടാണ് മാൽഡീവ്സ്. പക്ഷേ നമുക്കുള്ള വികസന സാധ്യതകളോ പ്രകൃതി വിഭവങ്ങളോ ഇവർക്കില്ല. ട്യൂണ മത്സ്യവും ടൂറിസം വ്യവസായവും മാത്രമാണ് മാൽഡീവ്സ് എന്ന രാജ്യത്തെ വലിയ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ദുബായ് പോലൊരു നഗരമാവാൻ വെമ്പുകയാണ് തലസ്ഥാന മാലയെന്ന് ഈ കാഴ്ചയിൽ തോന്നും. പരിസ്ഥിതിക്കും സദാചാരത്തിനും കോട്ടം തട്ടിക്കാതെ ടൂറിസത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് മാൽഡീവ്സ് ലോകത്തിന് കാണിച്ചു തരുന്നത്. ലോകത്തെ ഏറ്റവും പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളിലൊന്നായി മാൽഡീവ്സിനെ മാറ്റുന്നതും ടൂറിസം തന്നെയാണ്. ബോട്ടിന്റെ അണിയത്ത് ഏതാനും ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരം തുടർന്ന് ഒരു കൈകൊണ്ടാണ് ഡ്രൈവർ ബോട്ടിനെ നിയന്ത്രിച്ചു വിടുന്നത്. നിറയെ ആളുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും മാലയിൽ നിന്നും കുളുമാലയിലേക്ക് ബോട്ടുണ്ട്. മാലയിൽ നിന്നും 20 മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ കുളുമാലയിലേക്ക്. അങ്ങ് അകലെ കാണുന്നത് എയർപോർട്ടിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ദ്വീപുണ്ട്. ഇത്തരത്തിൽ ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ദ്വീപുകളുടെ വലിയൊരു സമൂഹമാണല്ലോ മാൽഡീവ്സ് എന്ന രാജ്യം തന്നെ. ശ്രദ്ധിച്ചു നോക്കിയാൽ ദ്വീപിനപ്പുറം ഇടതുഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്ന കുറേയേറെ ബോട്ടുകൾ കാണാം. ഇടയ്ക്ക് ചില മത്സ്യങ്ങൾ കടൽപ്പരപ്പിലേക്ക് പൊങ്ങിവരും. ബോട്ടുമായി മത്സരിച്ചെന്നോണം അവ മുന്നിൽ പറക്കുന്നത് രസകരമായ ഒരു കാഴ്ച. അവർക്ക് ഇതൊരു വിനോദം. പുറംകടലിൽ ടൂറിസ്റ്റുകൾ എത്തിയ ചില കൂറ്റൻ ബോട്ടുകളും ചെറു കപ്പലുകളുമൊക്കെ ഈ യാത്രയിൽ കാണാം. ചെറുദ്വീപുകളിൽ ഓരോരോ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അത്തരം ചെറുദ്വീപുകൾ കടലിൽ അങ്ങ് ദൂരെ പലയിടത്തായി കാണുന്നു. മാൽഡീവ്സിന്റെ ചെറു ഗ്രാമങ്ങളാണ് അത്തരം പല ദ്വീപുകളും. ദ്വീപുകളെ ബന്ധപ്പെടുത്തി ബോട്ടുകൾ ഏതു സമയത്തും ഇങ്ങനെ നീങ്ങുന്നത് കാണാം. 200ഓളം ദ്വീപുകളിലായി ചിതറിക്കിടക്കുകയാണ് മാൽഡീവ്സിന്റെ ജനസമൂഹം. ഇത് മീൻപിടുത്ത ബോട്ടാണ്. ദിവസങ്ങൾക്ക് മുൻപ് പുറംകടലിലേക്ക് പോയി മീൻ കോരി മടങ്ങുന്ന ബോട്ട്. അക്കാണുന്നത് ഒരു റിസോർട്ട് ദ്വീപാണ്. അതിലേക്ക് പുതിയ അതിഥികളുമായാവാം ഒരു ബോട്ട് അടുക്കുന്നു. മാൽഡീവ്സിന്റെ ഹൈവേ എന്ന് പറയാവുന്നത് ഈ കടൽ തന്നെയാണ്. ദ്വീപുകളെ ബന്ധപ്പെടുത്തി 100 കണക്കിന് ബോട്ടുകളാണ് രാവിലെ മുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന മാല അങ്ങകലെയായി കഴിഞ്ഞു. ഇത്തരം സ്പീഡ് ബോട്ടുകളാണ് ഇവിടെ കടലിലെ മറ്റൊരു സാന്നിധ്യം. റിസോർട്ടുകളുടെ ബോട്ടുകളാണ്. അതിഥികളെ എയർപോർട്ടിൽ നിന്ന് റിസോർട്ട് ദ്വീപിലേക്കും തിരികെയും തലസ്ഥാന സന്ദർശനത്തിനായി മാലയിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നത് ഇത്തരം ബോട്ടുകളാണ്. മാൽഡീവ്സിന്റെ ഭാഗമായ കടൽ ഏതു സമയത്തും ഇങ്ങനെ ജലവാഹനങ്ങളാൽ സജീവമായിരിക്കും. അങ്ങകലെ മനുഷ്യവാസമുള്ള മറ്റൊരു ദ്വീപ്. ഏതോ കപ്പലിൽ നിന്നും വീണുപോയതാകാം ഒരു വീപ്പ ജലോപരിതലത്തിൽ പൊങ്ങി നീങ്ങുന്നു. കടലിൽ ഇങ്ങനെ ചില തുരുത്തുകളുമുണ്ട്. പവിഴപ്പുറ്റുകൾ അടിഞ്ഞ് കടലിൽ നിന്ന് ഉയർന്നു വന്ന തുരുത്താണ്. ഈ വിധമാണ് മാൽഡീവ്സിന്റെ ഓരോ ദ്വീപും രൂപപ്പെട്ടിരിക്കുന്നതെന്നതാണ് കൗതുകകരമായ കാര്യം. ബോട്ട് ഹുളുമാലയോട് അടുക്കുകയാണ്. ചെറിയ തുരുത്തിൽ ഏതാനും കൊടികളും ഒരു ബാനറുമൊക്കെ കാണുന്നു. കടലിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളാണിത്. അടിയിൽ പവിഴപ്പുറ്റുകൾ ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് ജലത്തിന് ഇളം പച്ചനിറം കാണുന്നത്. കുളുമാലയുടെ പുറംകടലിൽ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്. മിക്കതും ക്രൂസ് ബോട്ടുകളാണ്. നിരവധി യോട്ടുകളും ഈ ഭാഗത്ത് കാണാം. അത്യാഡംബരത്വമാർന്ന ജലവാഹനങ്ങൾ. ബെഡ്റൂമുകളും അടുക്കളയും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള യോട്ടുകൾ മിക്കതിനും 2ഉം 3ഉം വരെ നിലകളുണ്ടാവും.
30ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാൻ സർവ്വസജ്ജീകരണങ്ങളുമുള്ളവയാണ് ചില യോട്ടുകൾ. ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും വന്നവയാകാം. കടലിലൂടെ ലോകം ചുറ്റാനിറങ്ങിയവർ സഞ്ചരിക്കുന്നവയാകാം. ചെറിയ നിരവധി ദ്വീപുകൾ കടന്നാണ് പോകുന്നത്. ഹുളുമാലയുടെ തീരമാണ് മുന്നിൽ കാണുന്നത്. ചൂളമരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു തീരം. ഹുളുമാലയുടെ കടലിലാകട്ടെ ചിതറിക്കിടക്കുന്ന നിരവധി ബോട്ടുകളാണ് കാഴ്ച. മാൽഡീവ്സിലെ വലിയ ദ്വീപുകളിലൊന്നാണ് ഹുളുമാലെ. മനുഷ്യനിർമ്മിതമായ ദ്വീപാണ് ഇതെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഹുൾഹുൾ ദ്വീപിനോട് ചേർന്ന് ഡ്രഡ്ജിങ്ങിലൂടെ ഉയർത്തിയെടുത്തതാണ് ഈ ദ്വീപ്. ഹുളുമാലയിൽ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ഒരു പട്ടണം സജ്ജമാക്കുകയാണ് മാൽഡീവ്സ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3 മീറ്റർ ഉയർത്തിയാണ് ദ്വീപ് നിർമ്മിച്ചിരിക്കുന്നത്. 2004 മെയ് മാസത്തിലാണ് ഹുളുമാലെ ദ്വീപിലെ ജനവാസം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 7 വർഷം കൊണ്ട് ഡ്രഡ്ജിങ്ങിലൂടെ പവിഴപ്പുറ്റുകൾ കോരിയിട്ടടുക്കിയാണ് 2 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹുളുമാലെ എന്ന ദ്വീപ് നിർമ്മിക്കുന്നത്. മാൽഡീവ്സിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളെ ഇവിടെ അധിവസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്. തലസ്ഥാന മാലയിൽ നിന്നും ബൈക്കുകളും മറ്റും ഇങ്ങനെ ബോട്ടിൽ കയറ്റി ആളുകൾ ഈ ദ്വീപിലേക്ക് എത്തുന്നു. ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ വിധം വാഹനങ്ങളുമായി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഫെറി ബോട്ടുകളാണ് ഈ നിരന്ന് കിടക്കുന്നത്. ദ്വീപിന് ചുറ്റുമുള്ള കടലിൻ്റെ ഭംഗിയാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. ഫെറി ടെർമിനലിനകം എയർ കണ്ടീഷൻഡാണ്. ഹുളുമാലയിൽ കുറേ ആധുനിക ഹോട്ടലുകളുണ്ട്. അതിനാൽ കുറേയേറെ സഞ്ചാരികൾ ഈ ദ്വീപിൽ വന്ന് താമസിക്കുന്നുമുണ്ട്. ഫെറി ബിൽഡിങ്ങിനടുത്തു നിന്നും നൈബർഹുഡ് പ്രദേശങ്ങളിലേക്ക് സുന്ദരൻ ബസ്സുകൾ സർവീസ് നടത്തുന്നു. 2 കിലോമീറ്ററിലേറെ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ദ്വീപാണ് ഹുളുമാലെ. സായിപ്പുമാർക്ക് ഈ ജലപ്പരപ്പ് ഒരു അത്ഭുത കാഴ്ചയാണ്. ഒരു കടൽ സാമ്രാജ്യം തന്നെയാണ് മാൽഡീവ്സ്. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇവിടെയുണ്ട്. വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന സീ പ്ലെയിൻ ഉൾപ്പെടെ. ഇനി ഹുളുമാലയുടെ കാഴ്ചയിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്.